വർക്ക് മിസ്റ്റർ ഫെർണാണ്ടസ് വെറും ഒരു പത്രവാർത്തയാണെന്ന് കരുതി എഴുതി തള്ളരുത്. There is concrete proof that he is an election mafia king. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ മാഡം? മാഡം പറയുന്ന പോലെ കുതിരപ്പുറത്തും ജീപ്പിലും വന്ന് ആകാശത്തേക്ക് വെടിവെച്ച് ആളുകളെ വിരട്ടി ഓടിക്കാൻ അതൊക്കെ ഇവിടെ നടക്കുവോ? അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. 89-ല് UP-യിൽ വർഗീയ കലാപം ഉണ്ടാക്കി വോട്ടുകൾ തിരിച്ചതാണത്രേ ആ ക്രിമിനൽ. മീനാക്ഷിപുരം നിയന്ത്രിക്കുന്നത് രാജമാണിക്യം നാടാരാണെന്നല്ലേ പത്രക്കാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാടാർക്ക് UP-ന്ന് ഒരാളെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ ആവശ്യത്തിന് ആളുകളില്ലേ? ഇവിടെയുള്ളവർ പോരെന്ന് തോന്നിക്കാണും. മാഡം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുകളിലിരിക്കുന്നവരുടെ ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്യാനല്ലേ എനിക്ക് പറ്റൂ. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഈ ജില്ലയിലെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നത് രാജമാണിക്യ നാടാരല്ല, ഞാനും നിങ്ങളൊക്കെയാണ്. വേണ്ട പ്രിക്കോഷൻസ് എടുത്തേ പറ്റൂ. ഐ വിൽ സീ ടു ഇറ്റ് മാഡം. ദൈവമേ, ഇയാളാണോ CI? ആരാ? കേട്ടിട്ടില്ലേ? മിന്നൽ രാജൻ. SI KD ദാമോദരൻ. എടുക്കടോ. എടുക്കാൻ. ഓ, ഇവനിട്ടതാ. പോടാ. ഇതെന്താ? മീനാക്ഷിപുരത്ത് നിയമപാലക. കൊള്ളാം. മേലിൽ ഇത് ആവർത്തിച്ചാൽ കേടിച്ചെടുക്ക. എന്താടോ ഇവിടെ കേടുകളാരുല്ലേ? ഇല്ല സാർ, ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. Shut up. ഇതിൽ വെക്കാൻ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്റ്റേഷനിൽ ഈ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ? എന്താടോ മിഴിച്ചു നിൽക്കുന്നത്? സാർ ഇവിടെ ഈ ബോർഡിൽ വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അയ്യോ, ഞാൻ തന്നെ വേണോ ഇത് ഒട്ടിക്കാൻ? ഒട്ടിക്കടോ. സാർ, കുറച്ചു നാളത്തേക്ക് ഞാൻ ലീവിൽ പോവാ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാനൊന്ന് കണ്ടോട്ടെ. രാജമാണിക്യം നാടാ. ഇത്തിരി പ്രസാദം തരൂ. അകത്തൊന്ന് വാങ്ങിച്ചൂടെ? ഞങ്ങളുടെ നാട്ടില് ഏതമ്പലത്തിൽ ഏത് വേഷത്തിലും കയറാം, കുളിക്കാതെയും കയറാം. ഇവിടെ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ടാ. അന്ന് മുത്ത് തല്ലിയത് വല്ലാതെ നൊന്തോ? പിന്നെ തല്ലിയ നോവാതിരിക്കൂ. വാ, ഇവരോടൊന്നും അധികം സംസാരിച്ചിരിക്കണ്ട. എന്താണ് നിനക്കൊരു കാര്യം? എന്തിനു വന്നു? ഇൻസ്പെക്ടർ സാബ്, ഈ അബ്ബാസിനെ ഒതുക്കാൻ ഉണക്ക ലാത്തിയൊന്നും പറ്റില്ല. നിന്നെ ഒതുക്കാൻ എനിക്ക് ലാത്തിയുടെ ആവശ്യമില്ല. നായിന്റെ മോനെ. ഓഹോ, ചോട്ടാദാദ പിടിച്ചാദ. അവരെ തോന്നരുത്. അബ്ബാസ് ആരാണെന്ന് അപ്പൊ അറിയും. എങ്കിലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിക്കടാ അവനെ. ഇൻസ്പെക്ടർ സാബ്,
കൊള്ളാവുന്ന പോലീസുകാരെ എന്നും ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, എന്റെ പേരിൽ ഒരു കേസ് പോലും നിലവിലില്ല. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു വാറണ്ടെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക്. ജഗോ, നിന്നെപ്പോലുള്ള ക്രിമിനൽസിനെ ഇടിച്ച് കണ്ണിന് ഇടിമിന്നല് പറിച്ചതിന് അവരെനിക്കിട്ട് ഓമന പേരാടാ മിന്നൽ. പോലീസുകാരെ ഇടിച്ചിട്ട് സ്റ്റേഷനിൽ കയ്യും വീശി ഇറങ്ങി പോവാന്ന് കരുതിയോടാ റാസ്കൽ. നീ മാറിക്കോ. നാണമില്ലടോ തനിക്ക്? ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ട്രീറ്റ് റോഡിയെ പോലെ റോഡിൽ കിടന്ന് തന്നെ കുറിച്ച് എനിക്കറിയാം. ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നു. അബ്ബാസ് പോയി കാറി കയറിക്കേ. എന്താണോ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ മേടിക്കാൻ തിരക്കായോ തനിക്ക്? സാറേ, നോൺസെൻസ്. தம்பி, விஷயம் தெரியலன்னா தெரிஞ்சவங்க கிட்ட கேட்டுக்கணும். அவங்க கிட்ட எல்லாம் விளையாடக்கூடாது. அப்பாஸ் அமானுல்லா கான் யார் தெரியுமா? അവൻ ആരായ എനിക്കെന്താടോ? അല്ല, നമ്മളാരാ? நான் யாரா? என்ன தெரியாதா உனக்கு? നല്ല തെരിയും. എന്നോട് കളിക്കരുത്. കളിച്ചാൽ ഈ മിന്നൽ ആരാണെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. சின்ன வயசு. ആരോടാ രാജൻ ഇത്ര വാശി? ടീച്ചർ, അല്ല മാഡം. കൃഷ്ണൻകുട്ടി, രണ്ട് ചേരം എടുക്ക. മാഡം ഈ ആ സമയത്ത് ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കയറണമെന്ന് തോന്നി. ഇരിക്കെ. കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോ വില്ലത്തരം കാണിച്ചിരുന്ന രാജൻ ഒട്ടും മാറിയിട്ടില്ല അല്ലേ? അറിഞ്ഞു ഇന്നുണ്ടായ ഭൂകമ്പം. മാഡം, ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സംഭവം. യെസ്, ഐ നോ ഇറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. രാജൻ ഇവിടെ വിടണമെന്നുണ്ടോ? ഏത് സ്റ്റേഷൻ എനിക്ക് ഒരുപോലെയാ. പക്ഷെ ഇവിടെ വിടുന്നതിന് മുമ്പ് ഈ കാക്കി കുപ്പായിട്ടുകൊണ്ട് രാജമാണിക്യ നാടാരോട് പകരം വീട്ടണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നടക്കുമെന്ന് എനിക്കറിയില്ല. ഇലക്ഷനിൽ ഇവിടെ പലതും സംഭവിച്ചേക്കാം. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് തോന്നി. ഇപ്പൊ അത് മാറി. രാജനിൽ, ധിക്കാരിയായ സർക്കിൾ ഇൻസ്പെക്ടർ രാജനിൽ സ്റ്റിൽ ഐ ഹാവ് കോൺഫിഡൻസ്. വേണ്ട, ഞാൻ ചോദിക്കാം. സാവിത്രി പഠിപ്പിച്ചോളൂ. എന്തേ? ഒന്നുമില്ല, ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് കേറണമെന്ന് തോന്നി.
മേം സാബ്, ബഹുമാനമുള്ളവരെ ഞങ്ങൾ അങ്ങനെയാ വിളിക്കുക. സാബിന് ഇപ്പോഴും എന്നെ പേടിയല്ലേ? മേം സാബ്, ഗംഗ ഒഴുന്നൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ സത്യമായി പറയൂ. ജഗു എന്നാ പേര്. ഇവിടെ വന്നപ്പോ ആദ്യം കണ്ടത് മേം സാബിനെയാ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നിയപ്പോ ആദ്യം മേം സാബിനെയാ ഓർമ്മ വന്നത്. മേം സാബ്, ഈ കുട്ടികളൊക്കെ ഇവരെ അനാഥരെന്ന് ഞങ്ങൾ പറയാറില്ല. കുട്ടികളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവരുതെന്ന് മുത്തശ്ശന് നിർബന്ധമാ. അവരിവിടെ വളരും, ഇവിടെ പഠിക്കും, ഞങ്ങളുടെ കുട്ടികളായി. അപ്പോ എനിക്കിവിടെ താമസിക്കാലോ? വീട് അങ്ങനെയൊന്നുമില്ല. ആരെന്ത് ജോലി എന്നാലും ചെയ്യും. പക്ഷെ എന്റെ പാട്ട് കേൾക്കാനാ എല്ലാവർക്കും ഇഷ്ടം. ഇവിടുത്തെ പോലൊന്നുമല്ല. അവിടെ പാടിയ നൃത്തം ചെയ്യും, നോട്ടുമാലകളിടും. ഹിന്ദി പാട്ട് മാത്രമേ അറിയൂ? പാട്ടുകൾക്ക് എന്തിനാ ഭാഷ? ഞാൻ എല്ലാ പാട്ടും പാടും. ആരാത്? നമസ്തേ ജി. എന്താണ്? ഞാൻ വെറുതെ നിങ്ങളെപ്പോലുള്ളവർക്ക് വെറുതെ കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. മനസ്സിലായോ? ഞാൻ വന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കാനല്ല. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ള ചില മനുഷ്യരെ കണ്ടപ്പോ കളിച്ച് രസിച്ച് നടന്നൊരു കുട്ടിക്കാലം എനിക്കില്ല. തെരുവിൽ നിന്ന് ഞാൻ എത്തിയത് എല്ലുകളിൽ അഴുക്ക് ചാലിലേക്കാണ്. അവിടെ എനിക്ക് അഭയം തന്നത് അബ്ബാസ് ഭായിയ. സാബിനെ പോലെ ഒരാളാണ് എന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു സ്ഥലത്താണ് ഞാൻ വന്നു ചേർന്നിരുന്നെങ്കിൽ ഒന്നും എന്റെ കുറ്റമല്ലല്ലോ സാബ്. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരുമ്പോ പഠിപ്പിക്കുന്ന സമയത്ത് വരാതിരിക്കുക. കുട്ടികളുടെ ശ്രദ്ധ മാറും, അതുകൊണ്ട് പറഞ്ഞത്. പോട്ടെ. ജഗു കിതർ ഗയാ താ? ഞാൻ ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. നമ്മുടെ നാട് പോലെ നല്ല ഭായി, എന്ത് നല്ല ആൾക്കാരാ. നീ ഇവിടെ നല്ല ആൾക്കാരെ മാത്രമേ കണ്ടു കാണുള്ളൂ, അതുകൊണ്ട് തോന്നുന്നതാ. അല്ല ഭായി, അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ സ്നേഹോ വാത്സല്യോ എന്താന്ന് അറിഞ്ഞൂടാ. എന്താ നിനക്കാരുടെങ്കിലും മൊഹബത്ത് തുടങ്ങിയോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. ആകെ മനസ്സിനൊരു സുഖം. മനസ്സിന് സുഖമുള്ളപ്പോഴാണല്ലോ പാട്ട് പാടാൻ തോന്നുക. നീ ഒരു പാട്ട് പാട്, ഫിലിമോക്കി ഗീത് ഇഷ്ടമുള്ളത്.